നമസ്കാരം. ഇന്ന് വലിയൊരു സന്തോഷമുള്ള വാർത്ത പങ്കുവെക്കാനാണ് എത്തിയിരിക്കുന്നത്. കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് കണ്ടോത്ത് വെച്ച് യശോദമ്മയുടെ ഒരു വാർത്ത ഫസ്റ്റ് വൺ ന്യൂസ് ആദ്യമായി പുറത്തുവിട്ടിരുന്നു. എല്ലുപൊടിയുന്ന രോഗമുണ്ട്, വീട്ടിലേക്ക് ഒരു വഴിയില്ല, വീടില്ല, ഓല മേഞ്ഞ ഒരു പുരയിലുള്ള അതീവ ദയനീയമായ ഒരു ജീവിതകഥ നമ്മൾ കാണിച്ചിരുന്നു. ഇന്ന് അവിടുത്തെ പ്രദേശത്തെ UDF പ്രവർത്തകരൊക്കെ ചേർന്ന് ഇന്ന് അടച്ചുറപ്പുള്ള ഒരു വാടക വീടാണ്, താൽക്കാലികമായി വാടക വീട്ടിലേക്ക് യശോദമ്മയെ മാറ്റിയിരിക്കുകയാണ്. അപ്പം വീടിന്റെ കാഴ്ച ഇതാണ്. യശോദമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓർമ്മയുണ്ട് തന്നെ? ഉണ്ട്, ഓർമ്മയുണ്ട്. ഇപ്പൊ ഒരു വീടായില്ലേ? വീടായി, സന്തോഷമായി. നല്ല മഴയല്ലേ, ആ വീട്ടിൽ നിൽക്കാൻ പറ്റൂലായിരുന്നു അല്ലേ? അതെ, അന്ന് നമ്മൾ വന്നപ്പോ തന്നെ അവിടെ കണ്ടു, വെള്ളം ഉള്ളിലേക്ക് തന്നെ വരുന്നൊരു സാഹചര്യമായിരുന്നു. എല്ലുനുറങ്ങുന്ന അസുഖമുള്ള യശോദാമ്മയ്ക്ക് ആശുപത്രിയിൽ പോണെങ്കിൽ ഇവിടുന്ന് എടുത്തു കൊണ്ടുപോകേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. കരയണ്ട, ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു അടച്ചുറപ്പുള്ള വീടായില്ല, ഇനി സ്വന്തമായിട്ടൊരു വീടാവുമല്ലോ എത്രയും പെട്ടെന്ന് തന്നെ. എല്ലാവരുടെയും സഹായവും വരുന്നുണ്ട്. അമ്മ എന്തിനാ കരയുന്നത്? സന്തോഷിക്കുമല്ലോ വേണ്ടേ? സന്തോഷം സാരില്ല, വിഷമിക്കണ്ട. എനിക്ക് ഭയങ്കര വിഷമമാണ്. ഈ പറയുന്നത് പോലെ എല്ലുപൊടിയുന്ന ഒരു അസുഖമുണ്ട് അവിടെ. ഈ മഴയത്തൊന്നും നമുക്ക് ഒരിക്കലും അവിടെ ഇവരെ നിർത്താൻ പറ്റൂലായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇത് വാടകയാണെങ്കിലും ഏറ്റവും അടച്ചുറപ്പുള്ള ഒരു വീട് തന്നെയാണ് UDF പ്രവർത്തകർ ഇപ്പോൾ അമ്മയ്ക്കായിട്ട് തുറന്നു നൽകിയിട്ടുള്ളത്. അപ്പോൾ വീടിന്റെ കാഴ്ച ഇതാണ്. ഇതാ അന്ന് നമ്മൾ കണ്ടതാണ്. യശോദമ്മയുടെ മോളാണ്. ഇങ്ങനെ സന്തോഷമല്ലേ? പറഞ്ഞോ. അതെ, യശോദമ്മ എന്ത് പറയുന്നു? അമ്മ കരയുന്നു. എന്നോട് പറയും, സംസാരിക്കുമ്പോഴും കരയുവാണ്. ഭദ്രമായി താക്കോൽ കുടിച്ചിട്ട് കഴുത്ത് കാലം വെച്ച് കറിക്കോ. അല്ലേ, കൈ പിടിക്കണേ വഴി പോലെ. ഒരു ചേർ കൂടെ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നമ്മുടെ കണ്ടോത്തെ യശോദാമ്മയ്ക്ക് ഒരു വീടില്ല എന്ന കാര്യം ഞങ്ങളൊക്കെ അറിയുന്നത് കഴിഞ്ഞ 6-7 മാസങ്ങൾക്ക് മുമ്പാണ്. നമ്മുടെ പുതിയ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ V. കുഞ്ഞികൃഷ്ണൻ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇവിടുത്തെ UDF നേതാക്കന്മാർ ഈ കാര്യങ്ങൾ പെടുത്തുകയും ശ്രീ ലതാ നാരായണനും ഷെഫീഖും ഫൽഗുനേട്ടനും ഒക്കെ പെടുത്തുകയും അന്ന് തന്നെ അദ്ദേഹം ആ വീട് സന്ദർശിച്ചപ്പോഴാണ് ആ വീടിൻ്റെ നിജസ്ഥിതി നമ്മളൊക്കെ പുറം ലോകം അറിയുന്നത്. ഈ കാലഘട്ടത്തിലും ഇങ്ങനെ ഒരു വീടുണ്ടോ എന്ന് ചിന്തിക്കുന്ന തരത്തിലായിരുന്നു അവർ താമസിക്കുന്ന സ്ഥലം. അവർക്ക് ഒരു വർഷത്തിനകം, ഒരു വർഷം എന്നത് വലിയൊരു സമയമാണെങ്കിൽ പോലും ഒരു 6-7 മാസത്തിനകം തന്നെ ഈ മഴക്കാലം കഴിഞ്ഞ ഉടനെ നമ്മൾ അവർക്കൊരു വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ പയ്യന്നൂരിലെ പൊതുസമൂഹം ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയും നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മഴക്കാലത്തിൽ യശോദാമ്മക്ക് അന്തിയുറങ്ങാൻ ഒരു വീട് ഇന്ന് താൽക്കാലികമായി നൽകിയതിലുള്ള ചാർജ്യത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇനിയുള്ള ദിനങ്ങളിലും അവർക്കൊരു വീട് എന്നൊരു സ്വപ്നത്തിലേക്ക് ഞങ്ങൾ എത്തുന്നത് വരെ നിങ്ങളുടെ ഒക്കെ സഹായം ഉണ്ടാകണമെന്ന് ഞാൻ സവിനയം അഭ്യർത്ഥിക്കുകയാണ്. അവർക്ക് സുരക്ഷിതമായ ഒരു ഭവനം ഒരുക്കുന്നത് വരെ താൽക്കാലികമായി ഒരു വീട് സൗകര്യം നമ്മളിവിടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വീടൊക്കെ കയറി കണ്ടു. നല്ല വീടാണ്. ഇത് യശോദേച്ചിയുടെ മോളാണ്, വിജയലക്ഷ്മി ചേച്ചി അല്ലേ? നേരത്തെ കരഞ്ഞ് വിഷമമൊക്കെ ആക്കി. പക്ഷെ ആളെന്നോട് ഒരു കാര്യം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ അല്ലേ, ഇനി എനിക്ക് മരിച്ചാലും സാരമില്ല, എൻ്റെ അമ്മേനെ അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ നിർത്താന്നുള്ളതായിരുന്നു എൻ്റെ വലിയ ആഗ്രഹം. അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി ടച്ചിങ് ആയി തോന്നി. ഇത് ഈ വലിയൊരു മഴക്കാലമാണ്. അപ്പോൾ ആ ചോർന്നൊലിക്കുന്ന ഓലമേഞ്ഞ ആ വീട്ടിൽ ഇവരെ നിർത്താൻ പറ്റില്ല, ഇവരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് താൽക്കാലികമായിട്ട് UDF പ്രവർത്തകർ ഇപ്പോൾ അടച്ചുറപ്പുള്ള ഈ ഒരു വാടക വീട് എടുത്തു നൽകിയിരിക്കുന്നത്. ഇനി ജനകീയ കമ്മിറ്റിയെ ഒക്കെ രൂപീകരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വീട് പൂർത്തിയാക്കി നിങ്ങളുടെ കയ്യിൽ തരും. നന്ദി.